ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയിൽ നമ്മൾ ഇവിടെ ഇപ്രകാരമുള്ള ഒരു അഭിഷേക ശുശ്രൂഷയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു ബൈബിൾ കൺവെൻഷനിൽ ദൈവം നമ്മളിൽ ഇടപെടണമെന്ന് ആഗ്രഹിക്കുന്നൊരു കാര്യം ഒരു ദൈവവചനമായി നമ്മുടെ കൺവെൻഷൻ്റെ ഒരു ആപ്തവാക്യം പോലെ നമ്മുടെയൊക്കെ ബാനറിലും നോട്ടീസിലൊക്കെ കണ്ടിരുന്നു. ഒരു നല്ല ഒന്നാന്തരം വചനം കണ്ടായിരുന്നോ? ഏതാ വചനം എന്നറിയോ? സങ്കീർത്തന പുസ്തകം അതിൻ്റെ 34-ാം അധ്യായം 18-ാം തിരുവചനം. ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാവർക്കും അത്യന്താപേക്ഷിതമായി അനുഗ്രഹമായി സ്വീകരിക്കപ്പെടേണ്ട ഒരു വചനമാണ് സങ്കീർത്തനം 34 അതിൻ്റെ 18-ൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. ആർക്കാണ്? ഹൃദയം നുറുങ്ങിയവർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ആ അർത്ഥം? ഹൃദയം നുറുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം നുറുങ്ങുക, ഹൃദയം നുറുങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. എന്താ അർത്ഥം? ഹൃദയം നുറുങ്ങുക എന്ന് പറഞ്ഞാൽ മറ്റൊരു വചനം കൂടെ പഠിച്ചോളൂ. സങ്കീർത്തനം 147 വചനം 3 ഒന്ന് തുറന്നേ. സങ്കീർത്തനം 147 വചനം 3. വചനം ഏതാ? 47 വചനം 3. ബുക്ക് ഓഫ് സാം ചാപ്റ്റർ 147 വേഴ്സ് 3. അവിടുന്ന് ഹൃദയം തകർന്നവരെ സൗഖ്യപ്പെടുത്തുകയും അവരുടെ മുറിവുകൾ വച്ചുകെട്ടുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ഹൃദയം തകർന്നവർ, ഹൃദയം നുറുങ്ങിയവർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം തകർന്നവർ, ഹൃദയം നുറുങ്ങിയവർ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? ഹൃദയം നുറുങ്ങിയവർ. നിങ്ങൾ എങ്ങാനും കേട്ടിട്ടുണ്ടോ ആരെങ്കിലും ആശുപത്രിയിൽ ഹൃദയം നുറുങ്ങി അസ്വസ്ഥരായി അഡ്മിറ്റ് ആയതായി കേട്ടിട്ടുണ്ടോ? ഹൃദയ ആഘാതം എന്ന് കേട്ടിട്ടുണ്ടോ? ഹാർട്ട് അറ്റാക്ക് കേട്ടിട്ടില്ലേ? ആ കേട്ടിട്ടില്ലെങ്കിൽ സാരയില്ല, അതുണ്ടാവുമ്പോൾ മനസ്സിലാവും. ഹൃദയാഘാതം അല്ലേ? ഹൃദയാഘാതം, ഹാർട്ട് അറ്റാക്ക് എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ എന്താണാവോ ഈ ഹൃദയം നുറുങ്ങുക എന്ന് പറഞ്ഞാൽ? ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇതാ സങ്കീർത്തനം 147 നമ്മളെ പഠിപ്പിക്കുകയാണ്. അവിടുന്ന് ഹൃദയം തകർന്നവർക്ക് സൗഖ്യം നൽകുന്നു, അവരുടെ മുറിവുകൾ വച്ചു കെട്ടുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ മഴ തന്ന ദൈവത്തിനൊരു കൈയടിച്ച് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ. ഹൃദയം തകർന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, ഹൃദയം തകർന്നവരെ അവർ സൗഖ്യപ്പെടുത്തുമെന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? ചില ആളുകളെ കാണുമ്പോൾ നമ്മൾ പറയും, അയ്യോ ഇയാൾക്കൊരു ഹൃദയവുമില്ലേ, ഇയാളുടെ ഹൃദയത്തിന്റെ സ്ഥാനത്ത് കല്ലാണോ എന്നൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇയാൾക്കൊരു ഹൃദയമില്ലേ, ഹൃദയശൂന്യനായ മനുഷ്യ എന്നൊക്കെ പറയും. എന്നതിൻ്റെ അർത്ഥം എന്താണ്? അയാൾക്ക് ഹൃദയമില്ലെന്നാണോ? അല്ല, പിന്നെ എന്തില്ല? ഹൃദയമില്ലെന്നാണോ? പിന്നെ എന്തില്ല? എന്തോ ഇല്ല. എന്താ ഇല്ലാത്തത്? മനുഷ്യത്വം. എന്താ ഇല്ലാത്തത്? കരുണ, എളിമ, സ്നേഹം. എന്താണ്? സ്നേഹം. ഹൃദയം സമം സ്നേഹം. പറഞ്ഞേ. ഹൃദയം എന്ന് പറഞ്ഞാൽ സ്നേഹമാണ്. ഹൃദയം എന്ന് പറഞ്ഞാൽ സ്നേഹത്തിന്റെ വാസസ്ഥലമാണ്. ഹൃദയം ഉണ്ടോ? ഉണ്ടോ? അതെവിടെ ഇരിക്കുന്നത്? ശരീരത്തിൽ എവിടെയാ ഹൃദയം ഇരിക്കുന്നത്? തലയിലാണോ? അല്ല, ഇവിടെ എവിടെയും കണ്ടാണ്. എവിടെ ഇരിക്കുന്നത്? വലതുവശത്താണോ ഇടതുവശത്താണോ? ഇടതുവശത്താണോ അതോ വലതുവശത്താണോ? ഇടതുവശത്താണ്. അല്ലേ? അല്ലേ? വലതുവശത്താണോ? അല്ല, ഇടതുവശത്താണ്. വലതുവശത്താണെങ്കിൽ നമ്മൾ ഇടയ്ക്ക് വേദന വരുമ്പോൾ നമ്മൾ പറയുന്നത് കുഴപ്പമില്ല, ഗ്യാസ് ആണെന്ന് പറയും. ഇടതുവശത്താണെങ്കിൽ സൂക്ഷിക്കണം, കൈക്ക് തരിപ്പുണ്ടോ, കൈക്ക് വേദനയുണ്ടോ എങ്കിൽ നീ അത് ശ്രദ്ധിക്കണമെന്നൊക്കെ പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയം 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 എന്ന് പറയുന്നത് ഒരു അവയവമാണ്, നമുക്കുണ്ട്.
ഹൃദയം ഒരു അവയവമായിട്ട് നമുക്കുണ്ട് എന്നുള്ളത് പോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, ഈ ഹൃദയത്തെ ആത്മീയ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത് സ്നേഹത്തിന്റെ സ്ഥലമായിട്ടാണ്. അതൊരു അവയവമല്ല, അത് നമ്മുടെ ശരീരത്തിന്റെ ഒരു അവസ്ഥയാണ്. സ്നേഹം, പറഞ്ഞേ സ്നേഹം, സ്നേഹം. അതുകൊണ്ടല്ലേ വാട്സപ്പിലൊക്കെ ചിലര് ഐ ലവ് യു എന്ന് അയക്കുമ്പോഴത്തേക്ക് എങ്ങനെ അയക്കുന്നത്? ലവിന്റെ സ്ഥാനത്ത് ഹാർട്ടാണ് അയക്കുന്നത്. ഹാർട്ട്, പച്ച കളറ്, ചുമന്ന കളറ്, അല്ലെ വെള്ള കളറ് ഹാർട്ട് അയക്കും. എന്താണ് അർത്ഥം? ഹാർട്ട് ഈക്വൽ ടു ലവ്, ഹൃദയം സമം സ്നേഹം. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈശോ ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരെയും ഇതാ അതിശക്തമായി ഒരു വലിയ ആത്മീയ സൗഖ്യത്തിലേക്ക് നയിക്കുകയാണ്. ഹൃദയം തകർന്നവർക്ക് അവിടുന്ന് സൗഖ്യം നൽകുന്നു എന്ന് പറഞ്ഞാൽ, സ്നേഹബന്ധങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തകർച്ച വന്നിട്ടുള്ളവർക്ക് കർത്താവ് സൗഖ്യം നൽകാൻ ആഗ്രഹിക്കുന്നു. വലതുകരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതല്പം കൂടെ മനസ്സിലാക്കുന്നതിന് വേണ്ടി യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം ഒന്ന് തുറന്നാലോ? യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം നമുക്ക് വളരെ പരിചിതമായിട്ടുള്ള ബെത്സയിദയിലെ രോഗി, തളർവാദ രോഗം പിടിപെട്ട് കിടന്ന രോഗിയെ കുറിച്ചൊന്ന് വായിക്കാം. വളരെ ശ്രദ്ധിച്ചു പഠിക്കാൻ പറ്റിയൊരു കാര്യമുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 2 മുതലുള്ള വചനം വായിക്കാം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 5 വേർഡ്സ് 2 ഓൺവേഴ്സ്. 2 മുതലുള്ള വചനം വായിച്ചോളൂ. ഞാൻ വായിക്കാം, ശ്രദ്ധിച്ചു കേൾക്കണേ. ജെറുസലേമിൽ അജകവാടത്തിനടുത്ത് ഹെബ്രായ ഭാഷയിൽ ബത്സയിദ എന്ന് വിളിക്കുന്ന ഒരു കുളമുണ്ടായിരുന്നു. അതിന് 5 മണ്ഡപങ്ങളും. അവിടെ കുരുടരും മുടന്തരും തളർവാദക്കാരുമായ അനേകം രോഗികൾ കിടന്നിരുന്നു. 38 വർഷമായി രോഗിയായിരുന്ന ഒരുവൻ അവിടെ ഉണ്ടായിരുന്നു. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അവൻ പറഞ്ഞു, കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞിരിക്കും. യേശു അവനോട് പറഞ്ഞു, എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. അവൻ തൽക്ഷണം സുഖം പ്രാപിച്ച് കിടക്കയെടുത്ത് നടന്നു. ഹല്ലേലൂയാ. ഇതാദ്യമായിട്ടാണോ കേൾക്കുന്നത്? അല്ല, പലതവണ കേട്ട് കേട്ട് പരിചയമുള്ള ഒരു വചനഭാഗമാണ്. ബെത്സയിദയിലെ രോഗശാന്തി. എത്ര വർഷമായി ഈ രോഗി അവിടെ കിടക്കുന്നു? എത്ര വർഷമായി? 38. ഈശോയ്ക്ക് എത്ര വയസ്സുണ്ട്? 33. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈശോ ജനിക്കുന്നതിന് മുമ്പേ അവൻ അവിടെ കിടക്കുന്നതാണ്. ഈശോ ജനിക്കുന്നതിന് മുമ്പേ അവൻ അവിടെ കിടക്കുന്നതാണ്. 38 വർഷം. 1-2 വർഷമല്ല, 38 വർഷം. ഈ വചനം വായിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഇതുപോലെ ചില സഹനങ്ങൾ വർഷങ്ങളായി നമ്മൾ അനുഭവിക്കുന്നുണ്ട്. വർഷങ്ങളായി നമ്മൾ ചില കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ചില മാനസിക ഞെരുക്കങ്ങൾ, കുടുംബത്തിലെ സാമ്പത്തിക പരാധീനത, ബന്ധ തകർച്ച വർഷങ്ങളായി അനുഭവിക്കുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ഇതാ 38 വർഷമായി തളർവാദം പിടിപെട്ട് കിടന്ന രോഗിയുടെ പക്കലേക്ക് യേശു കടന്നു വരികയാണ്. യേശു കടന്നു വന്നിട്ട് ആ വ്യക്തിയോട് ചോദിച്ച ചോദ്യം എന്താണെന്നറിയാവോ? 6-ാം തിരുവചനം വായിച്ചേ, ഒന്നും കൂടെ. 6-ാം തിരുവചനം. അവൻ അവിടെ കിടക്കുന്നത് യേശു കണ്ടു. അവൻ വളരെ നാളായി കിടപ്പിലാണെന്നറിഞ്ഞ് യേശു ചോദിച്ചു, സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? എന്താണ് ചോദ്യം? സുഖം പ്രാപിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ഒച്ചത്തിൽ ചോദിച്ചേ. സുഖപ്പെടാൻ, രക്ഷപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അടുത്തിരിക്കുന്ന ആളോട് ചോദിച്ചേ, സുഖപ്പെടാൻ, രക്ഷപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹം ഉണ്ടോന്ന്. അതിനല്ലേ ഞങ്ങൾ കഷ്ടപ്പെട്ട് വന്നത്. ഈശോ ഈ തളർവാദ രോഗിയോട് ചോദിച്ച ചോദ്യം, എടാ രക്ഷപ്പെടാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? അപ്പോൾ അവൻ എന്ത് ഉത്തരം പറഞ്ഞു? അവൻ എന്തോ ഉത്തരം പറഞ്ഞു. എന്താ? കർത്താവേ, വെള്ളമിളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ ആരുമില്ല. എനിക്ക് ആരുമില്ല. ഞാൻ എത്തുമ്പോഴേക്കും മറ്റൊരുവൻ വെള്ളത്തിൽ ഇറങ്ങി കഴിഞ്ഞിരിക്കും. കണ്ടോ, 2 കാരണങ്ങളാണ് അവൻ പറഞ്ഞത്. എന്താണ് ചോദ്യം? എന്നതാ ചോദ്യം? എന്തുവാ? എടാ നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ ഇല്ലയോ? ഇപ്പൊ നിന്നോടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്തു പറയും? യെസ് ഓർ നോ പറഞ്ഞാൽ പോരെ?
വേണമെങ്കിൽ വേണമെന്ന് പറയണം, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയണം. അതല്ലേ അതിൻ്റെ മര്യാദ? ഇനി ഇവനോട് ചോദിച്ച ചോദ്യം തന്നെ മണ്ടത്തരമല്ലേ? കാരണം എന്ത് ചോദ്യം ചോദിച്ചത്? നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? പിന്നെ എന്തിനാ അവൻ അവിടെ കിടക്കുന്നത്? അല്ലേ? സുഖപ്പെടാൻ അല്ലെങ്കിൽ അവനവിടെ കിടക്കേണ്ട കാര്യമുണ്ടോ? 38 വർഷമായിട്ട് കിടക്കുന്നു. നമ്മൾ ഇങ്ങനത്തെ ചില മണ്ടൻ ചോദ്യങ്ങൾ ചിലരോട് ചോദിക്കത്തില്ലേ? ഉദാഹരണത്തിന്, ഒരാൾ കുളിക്കാൻ വേണ്ടിയിട്ട് തോർത്തും സോപ്പുമായിട്ട് കുളക്കടവിലോട്ട് പോകുമ്പോൾ നമ്മുടെ ചോദ്യം, എങ്ങോട്ടാ പോകുന്നത്? കണ്ടാൽ അറിഞ്ഞുകൂടെ അയാൾ കുളിക്കാൻ പോകുന്നതാണെന്ന്. എന്നാലും നമ്മളൊരു ചോദ്യം, അല്ലേ? സ്കൂളിലോട്ട് സ്കൂൾ ബാഗും കൊണ്ട് കുട്ടി സ്കൂളിലോട്ട് പോകുമ്പോൾ എങ്ങോട്ടാ പോണത് ചോദിക്കണോ? വേണ്ട. കാരണം എന്താ? അത് കണ്ടാൽ അറിഞ്ഞുകൂടെ ഇവൻ അവിടെ കിടക്കുന്നത് ഈശോയ്ക്ക് കണ്ടാൽ അറിഞ്ഞുകൂടെ ഇവൻ സൗഖ്യപ്പെടാനാണെന്ന്? എന്നിട്ടും എന്തിനാണ് ഈശോ ഈ ചോദ്യം ചോദിച്ചതെന്നറിയോ? ഇവന്റെ യഥാർത്ഥത്തിലുള്ള രോഗം കണ്ടുപിടിക്കാനാണ് ഈശോ ചോദിച്ചത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഈശോയുടെ ചോദ്യം എന്തായിരുന്നു? എടാ, നിനക്ക് സുഖപ്പെടാൻ ആഗ്രഹമുണ്ടോ? ഈ ബൈബിൾ കൺവെൻഷന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എന്നോടും നിന്നോടും ദൈവത്തിന്റെ ആത്മാവ് ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ? അവൻ എന്തുത്തരം പറഞ്ഞു? അവൻ എന്തുത്തരം പറഞ്ഞു? 2 ഉത്തരങ്ങളാണ് അവൻ പറഞ്ഞത്. ഒന്നാമത്തെ ഉത്തരം എന്താ? കർത്താവേ, വെള്ളം ഇളകുമ്പോൾ എന്നെ കുളത്തിലേക്ക് ഇറക്കാൻ എനിക്ക് ആരും ഇല്ല. എനിക്കാരും ഇല്ല. അതവന്റെ സങ്കടമാണ്. അവൻ പറയാണ്, കർത്താവെ, ഞാൻ ഇവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് 38 വർഷമായി. ഒരു മനുഷ്യനും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ ഇവിടെ കിടന്ന് സഹിക്കുന്നു. ആരും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. ഞാൻ ഒറ്റയ്ക്കാണ്. എന്താണ് അവന്റെ സങ്കടം? ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്കാരുമില്ല. രണ്ടാമത് ഒരു കാര്യം കൂടെ അവൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? കർത്താവെ, ഞാൻ എത്തുമ്പോഴേക്കും മറ്റു പലരും ഇറങ്ങി രക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം എന്താ? അവർക്കൊക്കെ ആൾബലമുണ്ട്, അവർക്കൊക്കെ പവറുണ്ട്, അവർക്ക് രാഷ്ട്രീയ പിൻബലമുണ്ട്, അവർക്ക് നല്ല കുടുംബക്കാരുണ്ട്, അവർക്ക് വീട്ടുകാരുണ്ട്. എനിക്ക് മാത്രം ആരുമില്ല, എനിക്ക് മാത്രം ആരുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ ചോദിക്കട്ടെ, ഈശോ ചോദിച്ച ചോദ്യത്തിന് ഉത്തരമാണോ ഇവൻ പറഞ്ഞത്? അല്ലേ? ഉത്തരമാണ്. പക്ഷേ അവൻ പറഞ്ഞ ഉത്തരം എന്താ? ശാരീരിക രോഗത്തെക്കാൾ വലുതാണ് എൻ്റെ ഉള്ളിൽ കിടക്കുന്ന വിഷമം എന്നാണ് അവൻ പറഞ്ഞത്. ഹല്ലേലൂയാ. ശാരീരിക രോഗമാണോ ഇവന്? മാനസിക രോഗമാണോ ഇവന് ബാധിക്കപ്പെട്ടിരിക്കുന്നത്? മാനസികമായ പീഡയാണ്. ഇങ്ങോട്ട് നോക്കിക്കേ. ശാരീരിക രോഗമാണോ മാനസികമായ രോഗമാണോ വേദന കൂടുതൽ ഉണ്ടാക്കുന്നത്? കാരണം മാനസികമാണെന്ന് പറഞ്ഞു. കാരണം എന്താ വേദന കൂടുതൽ ഉണ്ടാക്കാൻ കാരണം? അതൊരു മനുഷ്യനും മനസ്സിലാകത്തില്ല ചേച്ചി, ഒരു മനുഷ്യനും മനസ്സിലാകത്തില്ലെന്ന്. നമ്മുടെ ഉള്ളിലല്ലേ ഇരിക്കുന്നത്, അടുത്തിരിക്കുന്ന ആൾക്കൊന്നും മനസ്സിലാവണ്ടേ? ഇപ്പൊ നിങ്ങളുടെ അടുത്ത് തന്നെ എന്തോരം പേരെ ഇരിക്കുന്നു, ഇവർക്ക് വല്ലതും നിങ്ങളുടെ ഉള്ളിലൂടെ കടന്നു പോകുന്ന മനസ്സിലാകുമോ? എവിടെ മനസ്സിലാവാൻ? നമ്മുടെ ഉള്ളിലുള്ള വിഷമം ഉണ്ടല്ലോ, ആ ഉള്ളിലുള്ള വിഷമം അതാണ് ശാരീരിക രോഗത്തെക്കാളും വലിയ രോഗം. വലതുകര ഉയർത്തിപ്പറ ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. ബെത്സയിദ കുളക്കരയിൽ കിടന്ന രോഗിയുടെ രോഗ അവസ്ഥയെ നമ്മൾ കൃത്യമായിട്ട് ചിന്തിച്ചാൽ ഈ വ്യക്തിക്ക് ശാരീരിക രോഗത്തെക്കാൾ വലിയ മാനസികമായ ഒരു രോഗപീഠ അനുഭവിക്കുന്ന വ്യക്തിയാണ്. എന്താണ് അവന്റെ രോഗം? എനിക്ക് ആരും ഇല്ല, ഞാൻ ഇവിടെ കിടന്ന് ഒറ്റയ്ക്ക് സഹിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, ഇത് നമ്മൾ പറയുമ്പോൾ പറയുന്ന എൻ്റെയും കേൾക്കുന്ന ഓരോരുത്തരുടെയും അവസ്ഥ ഇങ്ങനെ തന്നെയാണ്. നമ്മുടെയൊക്കെ വീട്ടിലെ അവസ്ഥ ഇങ്ങനെയല്ലേ? വീട്ടിലൊക്കെ ഇഷ്ടം പോലെ ആളുകളുണ്ട്, പക്ഷെ ഉള്ളിലുള്ള വിഷമം എന്താ? എന്നെ ആർക്കും മനസ്സിലാവുന്നില്ല, ആരും എന്നെ തിരിച്ചറിയുന്നില്ല, ഞാൻ എന്തോരം കഷ്ടപ്പെടുന്നു, എന്നിട്ടും എന്നയ്ക്ക് ഒരു വിലയും കിട്ടുന്നില്ല, എൻ്റെ വീട്ടിൽ എനിക്ക് ഒരു സ്ഥാനമില്ല, എന്നെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല. വല്ലാത്ത വിഷമം ഉള്ളിൻ്റെ ഉള്ളിൽ അനുഭവിക്കുന്നവർ. ഇതാ ഈശോ നിന്നോട് ഇന്നത്തെ ദിവസം പറയുന്ന കാര്യം എന്താണെന്നറിയോ? നീ അനുഭവിക്കുന്ന മാനസികമായ ദുഃഖം അതെത്ര വലുതാണെങ്കിലും ഈശോ നിന്റെ മാനസിക പീഡകളിൽ ഇടപെടാൻ ആഗ്രഹിക്കുന്നു. വിശ്വസിക്കുന്നവർ ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. മാനസികമായി ഏത് പീഡയാണെങ്കിലും ഓർത്തോണേ, ആ പീഡയിലേക്ക് കർത്താവ് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെയൊക്കെ ഉള്ളിൽ ഈ മാനസികമായി
പീഡകൾ കൊണ്ട് ഒത്തിരിയേറെ മുറിവുകൾ നമുക്കുണ്ട്, ഒത്തിരിയേറെ സങ്കടങ്ങൾ നമുക്കുണ്ട്. ഇത് ഉള്ളിലിരിക്കുന്നിടത്തോളം കാലം നമ്മൾ മറ്റുള്ളവരെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും, ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കും. മറ്റുള്ളവർ നമ്മളെ സ്നേഹിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയ. ഇവിടെ പഠിക്കുന്ന കുട്ടികളായിട്ട് ആകപ്പാടെ ഒരു മിടുക്കനെ കണ്ടുള്ളൂ. മിടുക്ക, ഓടി ഇങ്ങോട്ടൊന്ന് വന്നേ, ഇങ്ങോട്ടൊന്ന് വന്നേ. ആ, ഓടിവാ, ഓടിവാ. ആ, മിടുക്കൻ ഒരാളെ വന്നുള്ളൂ, അവൻ മിടുക്കനാണ്. വെരി ഗുഡ്. മോന്റെ പേരെന്താ? ജോർജ്. ജോർജ്, ജോർജിന്റെ വീട് എവിടെയാണ്? ഈങ്ങാപ്പുഴ. വീട്ടിൽ ആരൊക്കെയുണ്ട്? അനിയനുണ്ട്, അപ്പനുണ്ട്, അമ്മയുണ്ട്, അമ്മച്ചിയുണ്ട്. ആരാ കൊണ്ടുവന്നത്? അമ്മച്ചിയാണ്. അമ്മച്ചിയാണ് കൊണ്ടുവന്നത്. ആ അമ്മച്ചിക്ക് ഒരു നന്ദി പറഞ്ഞൊന്ന് കൈയടിച്ചേ, എല്ലാരും കൂടെ ഒന്ന് കൈയടിച്ചേ. ആ, ജോർജിനെ കൊണ്ടുവന്ന അമ്മച്ചിക്ക് നന്ദി. അമ്മച്ചി ഇവിടെ ഉണ്ടോ? എന്തേ അമ്മച്ചി എന്തേ? ആ, കൊള്ളാം, അമ്മച്ചിക്ക് നന്ദി കേട്ടോ. ഹല്ലേലൂയാ. അമ്മച്ചി ഈ ഭൂമിയിൽ ജോർജിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ കാര്യമാണ് അമ്മച്ചി കൊടുത്തത്. എന്നതാ? ഈശോയെ കൊടുത്താലുണ്ടല്ലോ രക്ഷപ്പെട്ടു. ഹല്ലേലൂയാ. അവ അവിടെ ഇരുന്ന അമ്മച്ചി. പ്രൈസ് ദി ലോർഡ്. ദേ ഇവിടെ ജോർജ് നിൽക്കുന്നു. ജോർജ് കേട്ടോ, ജോർജ് മിടുക്കനാണ്. എത്രാം ക്ലാസ്സിൽ പഠിക്കുന്നു ജോർജ്? 7ാം ക്ലാസ്സിൽ പഠിക്കുന്നു അല്ലേ? 7ാം ക്ലാസ് കഴിയുന്നു, 8ാം ക്ലാസ്, 9ാം ക്ലാസ്, 10ാം ക്ലാസ്. അത് കഴിഞ്ഞിട്ട് എന്നാ പരിപാടി അല്ലേ? ആ, അവന്റെ ഉള്ളിൽ ഭയങ്കര പ്രാർത്ഥനകളൊക്കെ ഉണ്ട്. അവന്റെ മുഖത്തൊരു ചിരിയുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വൈദികനാകാൻ സാധ്യതയുണ്ടല്ലേ അല്ലേ? അവന്റെ ആ ചിരി കണ്ടാ അറിയാലോ അല്ലേ? ആ, കൊള്ളാം കേട്ടെ. നീ ഒന്ന് ആലോചിച്ച ജോർജ്, വർഷങ്ങൾക്ക് ശേഷം ഇവിടെ ബൈബിൾ കൺവെൻഷൻ നടക്കുമ്പോൾ നീ ഇങ്ങനെ ഊറാലേക്ക് ഇട്ട് ലോഹ ഇട്ട് ഇവിടെ നിന്ന് പ്രസംഗിക്കുന്നത് മനസ്സിലൊന്ന് കണ്ടു നോക്കിയേ. എന്ത് രസമായിരിക്കും അല്ലേ? അന്നും ആ അമ്മാമ്മ ഇതുപോലെ അവിടെ ഇരിക്കും അല്ലേ? ആ, ഇങ്ങനെ ഇന്ന് പ്രസംഗിക്കുന്നു. ഇപ്പൊ പയ്യെ ജോർജിന്റെ ഉള്ളിൽ ഒരു ആഗ്രഹമൊക്കെ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. അപ്പൊ ഇപ്പൊ ഞാൻ പറയാം, അതായത് ഇപ്പൊ ഞാൻ പറഞ്ഞ എന്താണെന്നറിയോ? മാനസികമായി നമ്മുടെ ഉള്ളിൽ മുറിവുകൾ ഉണ്ടെങ്കിൽ ആ മുറിവുകൾ ഉള്ളിടത്തോളം കാലം മറ്റുള്ളവർ നമ്മളെ എത്ര സ്നേഹിച്ചാലും നമുക്ക് സ്നേഹം തോന്നിയാലെന്ന്. ഉദാഹരണത്തിന് ജോർജിനെ ഞാനൊരു 6-7 മാസങ്ങൾക്ക് ശേഷം പുതുപ്പാടിയിൽ ഇവിടെ നമ്മുടെ ശുശ്രൂഷയ്ക്ക് വന്നപ്പോൾ ജോർജിനെ ഞാൻ വീണ്ടും കണ്ടു. ഉദാഹരണം, 6-7 മാസങ്ങൾക്ക് ശേഷം ഞാൻ കണ്ട ഉടനെ ജോർജിന്റെ കൈക്ക് പിടിച്ച്, എൻ്റെ ജോർജെ എന്നാ ഉണ്ടടാ വിശേഷം എന്ന് ജോർജിനോട് ചോദിക്കുന്നു. ഓക്കെ, അപ്പൊ ഞാൻ അറിഞ്ഞില്ല ജോർജിന്റെ കയ്യിൽ ഒരു മുറിവുണ്ട്. ഞാൻ കയറി പിടിച്ചിരിക്കുന്നത് അവന്റെ മുറിവിലാണ്. എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ ഇവന്റെ കൈക്ക് പിടിച്ച്, എവിടെയാ പിടിച്ചിരിക്കുന്നത്? അവന്റെ മുറിവിലാണ് പിടിച്ചിരിക്കുന്നത്. അവന്റെ മുറിവിൽ പിടിച്ച് കൈ പിടിച്ച് കുലുക്കിക്കൊണ്ടാണ് എൻ്റെ ജോർജ് എന്തുണ്ട് വിശേഷമെന്ന് ചോദിക്കുമ്പോൾ ജോർജിന്റെ അവസ്ഥ എന്താ? ജോർജിന് വേദന. അപ്പൊ ജോർജിന്റെ മുഖത്തൊരു സന്തോഷമില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എൻ്റെ പിടുത്തം ശരിയായില്ല എന്നോർത്ത് ഞാൻ ഒന്നും കൂടെ പിടിച്ച്, എന്റെടാ ജോർജ് എന്നാ ഉണ്ടടാ വിശേഷം, അമ്മാമ്മ വീട്ടിലുണ്ടോടാ എന്നൊക്കെ ചോദിക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ ഇവനെ സ്നേഹിക്കുമ്പോ ജോർജിന് എന്ത് തോന്നും? പറയൂ. ജോർജ് ഹായ് സന്തോഷം ആണോ? അല്ല. ജോർജ് പറയും, കത്തനാര് വന്നിരിക്കുന്നു, എൻ്റെ കയ്യെ പിടിച്ച് എനിക്ക് വേദന അല്ലേ? എൻ്റെ സ്നേഹം എന്തുകൊണ്ടാണ് ജോർജിന് വേദനയായിട്ട് തോന്നുന്നത്? കാരണം പറഞ്ഞേ. അവന്റെ കയ്യിൽ ഒരു മുറിവുണ്ട്. ഞാൻ ഇവനെ സ്നേഹിക്കാഞ്ഞിട്ടാണോ? ആണോ എന്നെ അമ്മേ? അല്ലെന്ന്. ഞാനിവനെ സ്നേഹിക്കാഞ്ഞിട്ടല്ല. എൻ്റെ സ്നേഹം ഇവൻ എന്തായിട്ട് തോന്നുന്നു? വേദനയായിട്ട് തോന്നുന്നു. അതിന് ഞാനാണോ കാരണക്കാരൻ? ഞാനല്ല. ഞാനിവനെ സ്നേഹിക്കുമല്ലേ. എൻ്റെ സ്നേഹം ഇവന് വേദനയായിട്ട് തോന്നാൻ കാരണം ഇവന്റെ കയ്യിൽ ഒരു മുറിവുണ്ട്. ഹല്ലേലൂയാ. ഈ മുറിവ് ഉണങ്ങാത്തിടത്തോളം കാലം എന്നും എപ്പോഴും ഇവൻ പറയും, ഇയാൾ എന്നെ സ്നേഹിക്കുകയല്ല, എന്നെ വേദനിപ്പിക്കുകയാണെന്ന് പറയും. പിടികിട്ടുന്നുണ്ടോ? ഇതെന്തിനാ പറഞ്ഞെന്നറിയോ? ഇതുപോലെ നമ്മുടെ വീട്ടിൽ ചിലരുണ്ടെന്ന്. നമ്മൾ അങ്ങോട്ട് സ്നേഹിക്കുമല്ലേ, നമ്മുടെ സ്നേഹം അവർക്ക് എന്തായിട്ട് തോന്നുന്നു? മുറിവായും വേദനയായും തോന്നുന്നു. മൊബൈൽ മേടിച്ചു കൊടുത്തു, ബൈക്ക് മേടിച്ചു കൊടുത്തു, സൈക്കിൾ മേടിച്ചു കൊടുത്തു, അത് കൊടുത്തു, ഇത് കൊടുത്തു, എല്ലാം കൊടുത്തു, എന്നിട്ടും ഒരു സന്തോഷമില്ല. കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ ചില മുറിവുകളുണ്ടെന്ന്. ആ മുറിവ് ഉണങ്ങാത്തിടത്തോളം കാലം ആ വ്യക്തിക്ക് നിങ്ങൾ എന്തെല്ലാം വാങ്ങിക്കൊടുത്താലും
നിങ്ങൾ ഏതെല്ലാം തരത്തിൽ ആ വ്യക്തിയെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചാലും ആ വ്യക്തി എന്നും വിഷമിച്ചുകൊണ്ടിരിക്കും. കാരണം ആ വ്യക്തിയുടെ ഉള്ളിൽ ചില മുറിവുകളുണ്ട്. പലതരം ഉയർത്തുവെച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, 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 പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. ജോർജിന് നല്ലൊരു കയ്യടി കൊടുത്തേ. ജോർജ് പോയിരുന്നു കേട്ടോ, മിടുക്കൻ. അപ്പൊ ശ്രദ്ധിച്ചേ, ഇത് ജോർജ് മാത്രമല്ലെന്ന്, ഇവിടെ ഇരിക്കുന്ന എൻ്റെയും നിങ്ങളുടെയൊക്കെ ഉള്ളിൽ ഇതുപോലെയുള്ള ചില മുറിവുകളുണ്ട്. ആ മുറിവുകൾ ഉള്ളിടത്തോളം കാലം മറ്റുള്ളവർ നിങ്ങളെ എത്രയധികമായി സ്നേഹിച്ചാലും ആ സ്നേഹം സ്നേഹമായിട്ട് തോന്നത്തില്ല. കാരണം നമ്മുടെ ഉള്ളിൽ ആ മുറിവ് കിടക്കുവല്ലേ, വല്ലാത്ത വിഷമം ഉള്ളിൽ കിടക്കുവല്ലേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കഴിഞ്ഞ നാളിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട്, ചെറുപ്പക്കാരൻ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചു, അവൻ്റെ ഭാര്യയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങളുടെ വീട്ടിൽ മഹാപ്രശ്നമാണ്. ഞാൻ ചോദിച്ചു, ആരാ പ്രശ്നം ഉണ്ടാക്കുന്നേ? നിന്റെ ഭാര്യയാണോ? അല്ലച്ചാ, എൻ്റെ അമ്മയാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അതായത് ഇവളുടെ അമ്മായി അമ്മ. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തു പ്രശ്നമാണ് ഉണ്ടാക്കുന്നത്? അച്ഛാ, ഒറ്റ കുഴപ്പമുള്ളൂ, ഞാനും എൻ്റെ ഭാര്യയും കൂടെ സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ടാൽ അമ്മയ്ക്ക് ഇഷ്ടമല്ല. അമ്മ പ്രശ്നം ഉണ്ടാക്കും, എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കും, ഞങ്ങളെ തമ്മിൽ അകറ്റും. അച്ഛാ, ഞാനും എൻ്റെ ഭർത്താവ്, പെണ്ണുടനെ പറഞ്ഞു, അച്ഛാ ഞാനും എൻ്റെ ഭർത്താവ് സന്തോഷത്തോടെ ഇരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്, അമ്മായിയമ്മയ്ക്ക് ഇഷ്ടമല്ലെന്ന്. എന്നിട്ട് ഈ പെണ്ണ് പറയൂ, അച്ഛാ കല്യാണം കഴിച്ച് വന്ന നാളുകളിൽ എന്തോരം കഷ്ടപ്പാടായിരുന്നെന്നറിയോ? രാത്രിയിലൊക്കെ 10, 11, 12 മണി വരെ എന്നെ അടുക്കളയിൽ ഇരുത്തി പാത്രം കഴുകി അവിടെ അടിച്ചു വാരി അവിടെ നിന്നോളാൻ പറയും. കെട്ടിയവൻ്റെ അടുക്കലോട്ട് വിടത്തില്ല. എൻ്റെ ഭർത്താവ് എന്നെ കാത്തിരുന്ന് അവസാനം ഉറങ്ങിപ്പോകും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അച്ഛാ, ഞാനും എൻ്റെ ഭർത്താവും കൂടെ അടുത്തിരുന്ന് കൊച്ചു വർത്തമാനം പറയണ കണ്ടാലുണ്ടല്ലോ, അമ്മയ്ക്ക് അസ്വസ്ഥതയാ, അമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും. ഞാൻ ഇവളോട് ചോദിച്ചു, നിന്റെ അഭിപ്രായത്തിൽ എന്താണ് നിന്റെ അമ്മായിയമ്മ അഥവാ അമ്മയ്ക്കുള്ള പ്രശ്നം? അച്ഛാ, എനിക്കറിയാം അച്ഛാ. കാരണം 18ാമത്തെ വയസ്സിൽ കല്യാണം കഴിഞ്ഞ് ഈ കുടുംബത്തിലോട്ട് വന്നതാണ് ഞങ്ങളുടെ അമ്മ. അച്ഛാ, ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ വലിയ ദാരിദ്ര്യവും കഷ്ടപ്പാടുമായിരുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ ഈ അമ്മയ്ക്ക് സന്തോഷം എന്തെന്നത് അനുഭവിക്കാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് എന്താ കുഴപ്പം? ജീവിതത്തിൽ ഇന്ന് വരെ സന്തോഷം കിട്ടാത്ത ഈ അമ്മ മറ്റുള്ളവർ സന്തോഷിക്കുന്നത് കാണുമ്പോൾ പ്രശ്നം ഉണ്ടാക്കും. പിടികിട്ടിയോ എന്ന് പറഞ്ഞാൽ, ഉള്ളിലൊരു മുറിവ് കിടക്കുന്നത് കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും അംഗീകരിക്കാനും ഈ അമ്മയ്ക്ക് പറ്റുന്നില്ലെന്ന്. ഇത് അമ്മയ്ക്ക് മാത്രമുള്ള കുഴപ്പമല്ല, പറയുന്ന എനിക്കും കേൾക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ഉള്ളൊരു കുഴപ്പമാണ്. നിന്റെ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള മുറിവുകൾ ഉണ്ടെങ്കിൽ ഓർത്തുകൊള്ളണം, മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റത്തില്ല, മറ്റുള്ളവരെ സ്നേഹിക്കാനും പറ്റത്തില്ല. നമ്മൾ മറ്റുള്ളവരെ മുറിവേൽപ്പിച്ചുകൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളവരെ വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ കുടുംബത്തിലെ അംഗങ്ങളെ കുറിച്ച് ചിന്തിക്കൂ. എന്തുകൊണ്ടാ കുടുംബത്തിലൊക്കെ ചില വിള്ളലുകൾ, ഭാര്യ ഭർത്ത ബന്ധത്തിലെ വിള്ളലുകൾ, മക്കളും മാതാപിതാക്കളും തമ്മിൽ, സഹോദരങ്ങളും തമ്മിൽ? കാരണം ചില മുറിവുകൾ അവിടെ കിടക്കുന്നു. ഇന്നലകളിൽ പറഞ്ഞ ചില വാക്കുകളായിരിക്കാം, ചില പ്രവൃത്തികളായിരിക്കാം, അതവിടെ കിടക്കുന്നത് കൊണ്ട് ഇന്നെന്ത് സംഭവിക്കും? മറ്റുള്ളവരുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റാത്ത വണ്ണം ഇത് നമ്മളെ അത്രമേൽ താഴ്ത്തിക്കളയും. വലതുകരം ഉയർത്തി ഒച്ചത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ന് ഈ ശുശ്രൂഷ അവസരത്തിൽ ഈശോ നമ്മളെ ക്ഷണിക്കുന്നത് എന്തിനെന്നറിയാവോ? സങ്കീർത്തനം 34 അതിന്റെ 5-ാം തിരുവചനം. ഞാനൊരു ചെറിയ ഹോംവർക്ക് പോലെ പറഞ്ഞോട്ടെ. സങ്കീർത്തനം 34 ഒരു കുഞ്ഞു സങ്കീർത്തനമാണ്. 22 വചനങ്ങളുള്ള സങ്കീർത്തന പുസ്തകമാണ്. സങ്കീർത്തനം 34-ാം അധ്യായം. ഇന്ന് വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ സാധിക്കുന്നവര് ഒന്ന് വായിക്കാൻ ശ്രമിക്കണം. സങ്കീർത്തനം 34-ാം അധ്യായം. ഓരോ വാക്കുകളും എനിക്കും നിനക്കും വേണ്ടി ദൈവം തന്നിരിക്കുന്ന വചനങ്ങളാണ്. നമ്മൾ സങ്കീർത്തനം 34-18 നേരത്തെ വായിച്ചത്. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനം ഉരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. ഇപ്പൊ വായിക്കേണ്ടത് സങ്കീർത്തനം 34 അതിന്റെ 5-ാം തിരുവചനം വായിച്ചേ. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ലജ്ജിതരാവുകയില്ല. അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. പറഞ്ഞേ, അവർ അവിടുത്തെ നോക്കിയവർ
അവിടുത്തെ നോക്കിയവർ അവിടുത്തെ നോക്കിയവർ അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി. പ്രകാശിതരായി. ആരെ നോക്കിയവർ? യേശുവിനെ നോക്കിയവർ പ്രകാശിതരായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിലെ മുറിവുകളുമായി ആ മുറിവ് ഉള്ളിൽ കൊണ്ട് നടക്കും തോറും മറ്റുള്ളവർക്ക് നമ്മൾ മുറിവ് കൊടുക്കും. ഈശോ ഈ ശുശ്രൂഷ അവസരത്തിൽ നമ്മളെ ക്ഷണിക്കുന്നത്, നിന്റെ മുറിവുകളെ യേശുവിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എന്താ ഗുണമെന്നറിയോ? ആ മുറിവുകൾ സൗഖ്യപ്പെടാൻ തുടങ്ങും.